അമ്മുമ്മയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്ന് തോന്നണല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ശാന്താപനയാ. സ്നാക്സ് ഒന്നും ഇരിപ്പില്ലേ? ക്രാപ്സ് ഒക്കെ അയൽക്കൂട്ടം പെണ്ണുങ്ങളെ മീറ്റിംഗിൽ വന്നപ്പോൾ എടുത്ത് കഴിച്ചത്. ശുഭദിനം. ഇങ്ങനെയുള്ള തലതെറിച്ച മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പത്തല് വെട്ടി മുട്ടിനടിക്കുക. ശുഭദിനം. അൻസുന്റെ ആദ്യത്തെ 1 million ആയിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ആരും വരില്ല, അഭിനയിക്കാൻ വരില്ല. ചേച്ചി ഒരു വത്ത് കാല് പിടിച്ചിട്ടാണ് വന്നത്. അവൾക്ക് ഫലൂടൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് അവൾ വന്നത്. ഏറ്റവും കൂടുതൽ ആരാ സജഷൻസ് ഒക്കെ പറയാ, അമ്മയാണോ അച്ഛനാണോ? എല്ലാരും പറയും. കൂടുതൽ സജഷൻസ് പറയുന്നത് ജയകൃഷ്ണൻ സാർ തന്നെയാണ്. തീറ്റ പ്രതികാരം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതിന്റെ കൗണ്ടറൊക്കെയാണ് രസം. എനിക്ക് അന്നൊന്നും വിജയനാണ് ഇഷ്ടം. യേശുവേട്ടന്റെ നാഥനില് ദിലീപേട്ടനായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു? ഉർവശി ചേച്ചി ദിലീപേട്ടന്റെ ഒക്കെ അഭിനയം നമ്മൾ ഓൾറെഡി സ്ക്രീനിലല്ലേ കാണാറുള്ളത്. എന്നിട്ട് അത് ഫസ്റ്റ് ആയിട്ടാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അവരോട് ശരിക്കും പറഞ്ഞാൽ അവർ നല്ല കമ്പനി, നല്ലോണം ചളിയൊക്കെ പറഞ്ഞ് കുറച്ച് വൈബടിച്ച്. ഒരു കുട്ടി ഡയറക്ടറും ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് താരമായിട്ടുള്ള അൻസു മരിയാണ് എന്റെ കൂടെ ഉള്ളത്. അൻസു, വെൽക്കം ടു മൂവി വേൾഡ്. എങ്ങനെയുണ്ട് വീഡിയോസ് ഒക്കെ, എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോണു. ചറവറ വീഡിയോസ് ഇടാതെ ഇങ്ങനെ ഭയങ്കര കണ്ടന്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണല്ലോ വീഡിയോസ് ഒക്കെ ചെയ്യാ നിങ്ങള്, അല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു ഡയറക്ഷൻ ചെയ്തത്. അത് എല്ലാരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ചുരുളിനാണ് മൂവിയുടെ പേര്, ഷോർട്ട് ഫിലിമിന്റെ പേര്. ആ ഒരു ധൈര്യമൊക്കെ എങ്ങനെ ഉണ്ടായത്? അതായത് ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇച്ചിരി പാടുള്ള പണിയാണ്, എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. എങ്ങനെയാ ധൈര്യം ഉണ്ടായി? അത് എനിക്ക് ഓൾറെഡി ഡയറക്ഷൻ, എഡിറ്റിങ്, അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ അവർ ഡയറക്റ്റ് ചെയ്യുന്ന കണ്ട് എനിക്ക് ഇതുപോലെ ഒന്ന് ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു ഒരു ആഗ്രഹം തോന്നി. പപ്പാട് പറഞ്ഞ് പപ്പ അതിനുള്ള ഇതൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്തു. ഈ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അംബിക മാം ആയാലും പ്രശാന്ത് ഏട്ടനായാലും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഒരു ഡയറക്ഷൻ ചെയ്യാന്നുള്ള, അവരെയൊക്കെ അഭിനയിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ ഗൈഡ് ചെയ്തുകൊണ്ട് ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ അത് പറ്റിയെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പറ്റിയെന്ന് ചോദിച്ചാൽ അവര് അത്യാവശ്യം നല്ല സപ്പോർട്ട്. അവരെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് പറയും അത് അതിനേക്കാളും നല്ലത് ഇതായിരിക്കും. അങ്ങനെ അവരും എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും കൂടെ ഒരു ഇതിലാണ് ചെയ്തത്. ഇതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്റ്റോറി നിങ്ങൾ തന്നെയാ ചെയ്തത്. അപ്പൊ ഇതിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അറിയുന്ന ആൾക്കാരായിരുന്നോ, അതോ ഇതിനു വേണ്ടിട്ട് നമ്മൾ? നേരത്തെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഈ മൂവീസിൽ നേരത്തെ വർക്ക് ചെയ്ത പരിചയം വെച്ചിട്ടാണ് വിളിച്ചത്. അപ്പൊ അവരെന്തായിരുന്നു അതിനു വേണ്ടി പറഞ്ഞത്? കാരണം ഇത് അഭിനയിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവര് ഓൾറെഡി ഞാൻ ചെയ്യുന്ന പടമാണെന്ന് പപ്പാനെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ, ആണോ അവരിന്ന് പടമാണോ, ആ കൊച്ചിന്ന് പടമാണോ, അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ. ഇപ്പോ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. അപ്പോ ഈ വീഡിയോസിൽ ചെയ്യുമ്പോഴേക്കും കണ്ടന്റ് ക്രിയേഷനിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ട്രെൻഡ് അനുസരിച്ച് പോകണം, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ? ഉണ്ട്. വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഉള്ള ട്രെൻഡിനനുസരിച്ചാണ് കണ്ടന്റ് സെറ്റ് ആക്കണമെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടും. അതൊക്കെ നോക്കി, ആങ്കിളൊക്കെ നോക്കി, അങ്ങനെ എല്ലാം നോക്കിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറയുക, ഞാൻ ആദ്യമേ അൻസുന്റെ ഒരു വീഡിയോ ശ്രദ്ധിക്കണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭദിനം, അതിന്റെ ഒരു റീലാണ് ഫസ്റ്റ് ഞാൻ ശ്രദ്ധിക്കണേ. അത് അമ്മുമ്മയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിക്കാന്ന് തോന്നണല്ലേ. അതെങ്ങനെയാ ആളെ പിക്ക് ചെയ്തത്? എങ്ങനെയാ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. ഞങ്ങള് കണ്ടന്റ് എഴുതുന്നതിന്റെ കൂട്ടത്തില് ക്യാരക്ടർ ഏതാണ്, ആർക്കാണ് നല്ലത്, അങ്ങനെ നോക്കിയിട്ടാണ് എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്. ശാന്താപന പെട്ടെന്ന് കുറച്ചും കൂടെ ക്യാച്ച് ആയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ശാന്താപനയാ. അത് ശരിക്കും പറഞ്ഞാൽ സാറ്റുകളി എന്ന് പറഞ്ഞൊരു ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങള് ചുമ്മാ അതിനകത്ത് ഒരു അമ്മുമ്മ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ആര് വിളിക്കുന്ന ചുമ്മാ നോക്കിയിരുന്നപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മുമ്മയത്. അപ്പൊ ഞങ്ങളുടെ സ്വന്തം അമ്മേനെ പോലെ തന്നെയാ. ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ച് വന്ന് നോക്കാവോ എന്ന് ഞാനും അമ്മയൊക്കെ കൂട്ടിയിട്ട് ചോദിച്ചു. പറഞ്ഞ് നോക്കാം. ആദ്യം കുറച്ച് അമ്മലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓരോന്ന് ചെയ്ത് സെറ്റായി. എന്തെങ്കിലും അബദ്ധം പറ്റിയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ ആ ഒരു സമയത്ത്? ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ ഇവരുടെ വായിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ഓർമ്മയുണ്ടോ? ഡയലോഗ് തെറ്റി പോവാറുണ്ട്. അത് പിന്നെ ഇപ്പൊ ശാന്തമ്മയൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡിങ് വേർഡ്സ് ഒക്കെ കിട്ടാൻ നല്ല പാടായിരിക്കും. ശുഭദിനം പറയിപ്പിച്ചത്
അതിങ്ങനെ കൂടെ പറഞ്ഞ ആ ഒരു മോഡുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ പറഞ്ഞാണ് ആ സെറ്റാക്കി എടുത്തത്. ആ ഒരു റീലായിരുന്നു ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അൻസുവിന്റെ ആദ്യത്തെ 1 മില്യൺ ആയിരുന്നു അല്ലേ? ആദ്യത്തെ 1 മില്യൺ. ഇത് ആ ഒരു ട്രെൻഡിനൊപ്പം പോയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അങ്ങനെ റീല് അത്ര റീച്ച് ആയത്. ഈ കണ്ടന്റ് ഒക്കെ ആരാ പ്ലാൻ ചെയ്ത് തരാ? സാർ ഉണ്ട് എന്ന് തോന്നണം അല്ലേ? പറയാം. അത് എനിക്കൊരു സാറുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ജയകൃഷ്ണൻ ശ്രീകുമാർ എന്നാണ് പേര്. സാറ് വീഡിയോ ക്രിയേറ്റർ ആണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, ആക്ടർ ആണ്. ഇപ്പൊ കുറച്ച് മൂവീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കോമഡിത്സവം എന്ന് പറഞ്ഞ ഒരു ആ ഷോയിലേക്ക് സ്കിറ്റിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതും ഞങ്ങളെ ഗ്രൂം ചെയ്യുന്നത് സാറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങളെ കമ്പനിയായി. എന്നിട്ട് സാറ് ഞാനപ്പോൾ റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു, ഡബ് മാഷ് അങ്ങനത്തെ കുറച്ച് റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു, ഡാൻസ് വീഡിയോസ് ഒക്കെ. അപ്പോഴത്തേക്കും സാർ ചോദിച്ചാൽ നിനക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേഷൻ അങ്ങനത്തെ ഒന്ന് ചെയ്താൽ കൊള്ളായിരിക്കുമല്ലോ, നിനക്ക് ചെയ്തുകൂടെ, നിനക്ക് ടാലന്റ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് ആരും ചെയ്യാനില്ല, എന്റെ വീട്ടിൽ നിന്ന് ആരും വരില്ല, അഭിനയിക്കാൻ വരില്ല. ചേച്ചി ഒരു വത്ത് കാല് പിടിച്ചിട്ടാണ് വന്നത്, അവൾക്ക് ഫലൂടൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് അവൾ വന്നത്. അല്ലാതെ അച്ഛനും അമ്മയും ബാക്കി നിന്നിട്ടേ ഉള്ളൂ, അവര് അഭിനയിക്കാൻ വരില്ല. പപ്പ ഒരു വീഡിയോക്കകത്തുണ്ടായിരുന്നു, അമ്മയും വീഡിയോക്കകത്തുണ്ടായിരുന്നു, ഡയലോഗ് പോലെ പപ്പായിക്ക്. അമ്മ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചേട്ടനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇവരൊക്കെ ബാക്കി നിന്നിട്ടാണ് ചെയ്യുന്നത്, ക്യാമറയുടെ ബാക്കിലുള്ള പരിപാടിയൊക്കെ ഉള്ളൂ, ഫ്രണ്ട് വന്നിട്ടൊന്നും ചെയ്യില്ല. ഭയങ്കര മടിയാ. ചേച്ചി അഭിനയിക്കുമായിരുന്നു നേരത്തെ, ഇപ്പൊ ഇല്ല, സിനിമയിൽ അഭിനയിക്കുമായിരുന്നു, ഇപ്പൊ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് ആരും അങ്ങനെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പൊ എന്നെ വീഡിയോ ക്രിയേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ സാറിങ്ങനെ എല്ലാം മോട്ടിവേറ്റ് ചെയ്തിട്ട് നീ ഒറ്റയ്ക്ക് ചെയ്ത് നോക്ക്, മീൻസ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് 2 ആളായിട്ട് തന്നെ ചെയ്തു നോക്ക്. അങ്ങനെ സാറിന്റെ മോട്ടിവേഷൻ കാരണമാണ് ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ട്രഷർ ഹണ്ട് ആയിരുന്നു ഫസ്റ്റത്തെ വീഡിയോ അല്ലേ? അമ്മ അവിടെ ഇരിപ്പുണ്ട്, അപ്പൊ അമ്മയുടെ പറയുന്നത്. എന്നിട്ട് പിന്നെ ഈ വീഡിയോ സത്യമായിട്ടും ആദ്യം സാറ് നല്ലോണം ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഞാനും എനിക്ക് ഓരോരോ ഐഡിയാസ് തോന്നുമ്പോഴത്തേക്കും സാറിനെ വിളിച്ചിട്ട് ഇന്ന ട്രെൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് വെച്ച് നമുക്ക് കണ്ടന്റ് സെറ്റ് ആക്കിയാലോ, അങ്ങനെ എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ സാറിനെ വിളിക്കും, സാറിന് തോന്നുവാണെങ്കിൽ എന്നെയും വിളിക്കും. എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് സാറിന് അറിയുന്ന കൗണ്ടറൊക്കെ കയറ്റി തരും, എനിക്കും പറ്റുന്ന കൗണ്ടറൊക്കെ കയറ്റും, എല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് സെറ്റാക്കി ഒരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് ആക്കും. ഓക്കെ, ഇതിന്റെ കൗണ്ടറൊക്കെയാണ് രസം. അമ്മൂമ്മമാരൊക്കെ പറയുന്നത് ഇതിനകത്ത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ചാൽ, ആ സ്നഗ്ഗിന്ന് ഓർഡർ ചെയ്ത സാധനം വേറെ ഓർഡർ ചെയ്തത് സ്വിഗ്ഗിക്ക് പറയണത് ഈ ഒരു സാധനമൊക്കെ എങ്ങനെ തലയിൽ ഉദിക്കുന്നേന്നുള്ളതാ. അങ്ങനെ ചോദിച്ചാ അത് ആ കൗണ്ടർ ശരിക്കും പറഞ്ഞ സാറ് പറഞ്ഞു. നോർമലി ഇപ്പം വലിയ ആൾക്കാർക്ക് ആണെങ്കിൽ ഇപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ തെറ്റിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ, തെറ്റി പോവല്ല. അപ്പൊ നമ്മളതൊരു കൗണ്ടറൊക്കെ എടുത്തു. ഇതിന് ഈ ആദ്യമൊക്കെ വരാനായിട്ട് മടി ഉണ്ടാവുമല്ലോ, ഇപ്പൊ ശാന്താമ്മയ്ക്കായാലും ഭയങ്കര മടി ഉണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നത്? എങ്ങനെയാ അത് ശരിക്കും പറഞ്ഞാ സാർ ആദ്യം പറഞ്ഞത്, നീ ചെയ്തു വ്യൂവേഴ്സ് കാണുമ്പോഴത്തേന് ആൾക്കാർ ഇങ്ങോട്ട് വന്നോളൂ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ശാന്താമ്മനെ ആദ്യം വിളിച്ചപ്പോ വരത്തില്ലെന്ന് പറഞ്ഞില്ല, നോക്കാം, ചെയ്തു നോക്കാം അങ്ങനെ പറഞ്ഞോളൂ. ശാന്താമ്മ ഇങ്ങനെ നോ അങ്ങനെയൊന്നും പറയില്ല, എല്ലാത്തിനും ഞാന്ന് പറയും. ശാന്താമ്മ എപ്പോഴും ഞങ്ങളോട് നിൽക്കുന്നയാ. ശാന്താമ്മ എന്റെ അടുത്തുള്ള നാട്ടുകാരെല്ലാവരും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നയാ. പിന്നെ എന്റെ ഫ്രണ്ട്സ് അതിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ സാറും ഉണ്ട്, ഫാമിലിയും ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്ത്, ഫ്രണ്ട്സിന് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് കാണുമല്ല, അപ്പൊ അങ്ങനെ ഒരു ചെറിയ മടി ഉണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് ശീലായി. എന്നോട് ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ എന്റെ ഫസ്റ്റ് ആയിട്ട് കൂടെ വന്നത് നന്ദുവാ, ശ്രീനന്ദ് എന്ന പേര്. ഓക്കെ. അപ്പൊ അവൻ ആദ്യം ഭയങ്കര മടിയായിരുന്നു, നാണമായിരുന്നു. ഇങ്ങനെ ഭയങ്കര നാണമായിരുന്നു, ഇങ്ങനെ ആടുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ചെയ്ത് അവന്റെ ഈ പേടി അല്ലെങ്കിൽ നാണമൊക്കെ പോയി. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അവരിവിടെ ചെല്ലുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ പറയല്ലോ. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കൂല, അപ്പൊ അതൊക്കെ കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സെലിബ്രിറ്റി ചെയ്യുന്നൊക്കെ. അപ്പൊ പിന്നെ അടിപൊളിയായിട്ട് പോണു. ഇപ്പൊ നാട്ടുകാരെ ഫുള്ള് അൻസു ഈ ഒരു റീലിൽ കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എവിടെ കാഞ്ഞിരമറ്റത്തല്ലേ, ആ ഒരു അൻസു നിൽക്കുന്ന ആ സ്ഥലത്തുള്ള ആൾക്കാരെ മൊത്തം റീലിൽ കൊണ്ടുവരാറുണ്ടെന്ന് തോന്നുന്നു. എത്ര പേര് വരാറുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ വരാറുണ്ട്? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചി. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെ ഉണ്ട്, മുമ്പത്തെ വീട്ടിലും ബാക്കിത്തെ വീട്ടിലുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ വരാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സ്കൂളിൽ പഠിച്ച സ്കൂളിലുള്ള പിള്ളേരും ഉണ്ട്, ഞാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലുള്ളവരും ഉണ്ട്.
എല്ലാരും കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ ഈ സ്കൂളിൽ വെച്ചുള്ള റീലൊക്കെ എങ്ങനെ ചെയ്യാ? ആ സമയത്ത് സ്കൂളിലൊക്കെ ഫോൺ കൊണ്ടുപോകാമോ? ഇല്ലില്ല, ഫോൺ കൊണ്ടുപോകില്ല. എന്നിട്ട് ഗാന്ധി ജയന്തി ഇല്ലേ, ഇൻഡിപെൻഡൻസ് ഡേയോ എന്തൊരു പ്രത്യേക ദിവസം മറ്റേ ലീവായിരുന്നു. അന്ന് ഞങ്ങള് പെർമിഷൻ ചോദിച്ചിട്ട് ടീച്ചേഴ്സ് ഒക്കെ നല്ല സ്കൂളിൽ നിന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ടാ. അപ്പൊ HM നല്ല സപ്പോർട്ടാ. അപ്പൊ HM ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെന്താ ചെയ്തോ, അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ടാണ്, മാനേജറിനോടൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇവരൊക്കെ ആദ്യമേ മടിക്കില്ലേ, അയ്യോ വേണ്ട ഞാനൊന്നുമില്ല, അങ്ങനെയൊക്കെ മടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അതിന്റെ അകത്ത് വരാനായിട്ട്? ഉണ്ട്. അപ്പൊ എങ്ങനെ വലിച്ചു കൊണ്ടുവരാ? ശരിക്കും പറഞ്ഞ അമ്മമാർക്ക് അങ്ങനെ ഇല്ല, അമ്മമാർക്ക് അങ്ങനെ മടി കാണിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഫ്രണ്ട്സ് അയ്യോ ഞാനേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവർക്ക് മനസ്സിലായി അവർക്ക് തന്നെ അഭിനയിക്കാൻ അറിയാന്ന്. പക്ഷെ എന്നിട്ട് ഇപ്പൊ കൃഷ്ണനോട് ആരോടെങ്കിലും ചോദിച്ചാൽ അഭിനയിക്കാൻ അറിയാം. അവരോട് ഇപ്പൊ ചോദിച്ചാൽ അവര് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയും. പക്ഷെ അവർക്ക് അത്യാവശ്യം അറിയാം. പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കലാണോ അത് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഡയലോഗ് ഉൾപ്പെടെ കാണിച്ചു? ഡയലോഗ് ഉൾപ്പെടെ എക്സ്പ്രഷൻ കൈ എങ്ങനെ എടുക്കണ്ടേ അതൊക്കെ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡയലോഗ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് വല്ലപ്പോഴും പറഞ്ഞു കൊടുക്കുക, മാക്സിമം കാണിച്ചു കൊടുക്കുന്നതാണ് ചെയ്യാറ്. അവരുടെ കയ്യിൽ നിന്നിട്ടൊക്കെ എന്തെങ്കിലും നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ടോ? അവരുടെ കയ്യിൽ നിന്നിട്ട് ചെയ്താ അത് കേറ്റാറുണ്ട്. അത് ഇപ്പൊ ഞാനിപ്പോ എന്താ മറ്റേ തീറ്റ പ്രതികാരം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. 10 മില്യൺ 9 മില്യൺ 10 മില്യൺ അടിച്ചത്. അമ്മൂമ്മയും കൂടെ പോയിട്ട് എല്ലാരും പോയി മിച്ചറൊക്കെ വാരിയിരുന്നത്. അതിനകത്ത് ഈ അവലല്ലേ ഫസ്റ്റ് അലവ നനച്ചതെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും തെറ്റിപ്പോയതാണ് അലവാന്ന്. അവലെന്നാണ് സംഭവം. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് നമുക്ക് ഫണ്ണായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ കിടിലൻ കൺസെപ്റ്റ് ആട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മള് മനസ്സിൽ പോലും ചിന്തിക്കൂല അങ്ങനെ എല്ലായിടത്തും പോയിട്ട് അവിടെ നിന്ന് സാധനം എടുത്തിട്ട് വരാന്ന്. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധികളാണ്? ഇതൊക്കെ സാറിന്റെ ആണോ? ശരിക്കും പറഞ്ഞ കുടുംബശ്രീ, ശാന്താമ്മ കുടുംബശ്രീയിലുള്ളതാണ്. ഇത് ഞങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ സാറൊരു പ്ലാൻ തന്ന്, ഇങ്ങനെ ഒരു ഇത് തന്ന്, നീ ഇങ്ങനെ നമ്മുടെ ഓൾറെഡി വീട്ടിൽ നിന്ന് കുറെ പേര് കഴിച്ചിട്ട് പോയി, അപ്പഴത്തേക്കും നീ അതിനെ റിവെഞ്ച് എടുക്കാൻ പോണ്, അങ്ങനെ ജസ്റ്റ് ഒരു കണ്ടന്റ് വന്നപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ കൂടെ അത് ഓരോരോ ഷോർട്ടാക്കി സീനാക്കി സെറ്റാക്കി അടിപൊളിയാക്കി ചെയ്തതാണ്. ഈ വീട്ടിൽ ഇതൊക്കെ കാണിക്കുമല്ലോ, അതായത് ആദ്യമേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമോ, അതോ എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ കാണിക്കത്തേ ഉള്ളൂ അമ്മയടുത്തും പപ്പയടുത്തൊക്കെ? ഇത് എന്റെ മനസ്സിലൊരു കണ്ടന്റ് തോന്നിയാ അത് ഓൾറെഡി ഫാമിലിനോട് വീട്ടുകാരോട് പറയും, അമ്മയോടും പപ്പായോടും ചേച്ചിയോടൊക്കെ പറയും, ചേച്ചിനോട് ചേട്ടാനോടൊക്കെ പറയും. എന്നിട്ടാണ് ഞാൻ സാറിനോട് പറയാ. സാറിനോട് പറഞ്ഞ സാർ കണ്ടന്റ് എല്ലാം സെറ്റാക്കി പക്കയാക്കിയിട്ട് ഞാൻ ഇവരെ കാണിക്കും. അപ്പൊ ഇവരും ഓക്കെ പറയും. ഇവരെ വീട്ടുകാരും കണ്ടന്റ് ഉണ്ടാക്കാൻ സഹായിക്കാറുണ്ട്, എല്ലാരും സഹായിക്കാറുണ്ട്. ഏറ്റവും കണ്ടന്റ് ഉണ്ടാക്കാൻ വിടുക്കര് ആരാ വീട്ടിലെ? അമ്മേനെ നോക്കണ്ട. അങ്ങനെ ചോദിച്ച ബാക്കിയാർക്ക് വിഷമം. എന്നെ കൂട്ടാ പറഞ്ഞാ മതിയാ. എന്നെ കൂട്ടാതെ എന്നെ കൂട്ടാ അമ്മയാണ് ഓരോ കണ്ടന്റ് ഒക്കെ പറഞ്ഞുതരാ. എല്ലാ കണ്ടന്റ് ഇല്ല, ചില കണ്ടന്റ് ഇങ്ങനെ ഐഡിയാസ് പറഞ്ഞുതരും. ഐഡിയാസ് ഒക്കെ പറഞ്ഞുതരാം. അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നതൊക്കെ അൻസുവിന്റെ തലയിലാണ്. കൗണ്ടറൊക്കെ കയറ്റുന്നത് ഇപ്പൊ ഒരു കണ്ടന്റ് സെറ്റാക്കി അതിന്റെ കൗണ്ടറൊക്കെ കയറ്റാനിട്ട് ഇന്ന കൗണ്ടർന്ന് എടുത്തു നോക്ക്, അത് നോക്കി നോക്ക്. അങ്ങനെ പപ്പയും പറയും, അമ്മയും പറയും, ചേട്ടനും പറയും, ചേച്ചിയും പറയും. ചേട്ടന് പോയി നോക്കിയല്ല, ചേച്ചിയൊക്കെ പറയാറുണ്ട് അത് നല്ലതായിരിക്കും. ഈ വീട്ടില് അത്രയും സപ്പോർട്ടീവ് ആണെന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ അച്ഛനാണ്, പപ്പയാണ് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നു തോന്നുന്നു. അപ്പൊ പപ്പ എപ്പോഴെങ്കിലും മോളെ ഇത് റിസ്ക് ആണ് നമുക്ക് വേണ്ടാന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അവര് ഓൾറെഡി ഇങ്ങനെ വീഡിയോ ക്രിയേറ്റേഴ്സ്, ഇങ്ങനെ വേറെ ക്രിയേറ്റേഴ്സിനൊക്കെ കാണാറുള്ളതാ, അങ്ങനെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണാറുള്ളവരാ കാണാറുള്ളവരാ ഓക്കെ. അപ്പൊ അപ്പൊ അങ്ങനെ വീഡിയോസ് ഒക്കെ കാണാറുള്ളവരാ. അപ്പത്തേക്കും അതിനിപ്പോ എന്താ ചെയ്തോ, സാറിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവരോടും കൂടെ പറഞ്ഞ നല്ല തീരുമാനമാണല്ലോ, മറ്റേതിനേക്കാളും നല്ലതാണ്. അങ്ങനെ തോന്നി അവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആരെങ്കിലും നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല? അതിനകത്ത് ഇപ്പൊ റിസ്ക് ഉണ്ട് എന്ന് തോന്നണ എന്താന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പൈസ ഇറക്കുന്നതാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. റിസ്ക് ആണല്ലോ, ആ ഒരു
ഇതിലാണ് നിങ്ങൾ ഫുള്ള് പോവുക. അപ്പൊ അമ്മയും അച്ഛനും എല്ലാരും ഇതിനു വേണ്ടി സപ്പോർട്ടിൽ എത്ര ദിവസം എടുത്തിട്ടുണ്ട് ആ ഒരു ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇവര് കൂടെ വന്നിട്ട്? ഒരു വീഡിയോക്ക് എത്ര ദിവസം എടുക്കുന്നതാണോ? അല്ല ഞാൻ ഷോർട്ട് ഫിലിമിന്റെ കാര്യം. ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിം ഒരു 2 ദിവസം. എങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷോർട്ട് ബൈ ഷോർട്ട് ഒക്കെ കാര്യങ്ങള് സീൻ? അത് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായി. ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ, ആദ്യമേ ഇപ്പം നേരത്തെ പറഞ്ഞു ട്രെൻഡിനനുസരിച്ച് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഇടയിൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ സ്മോൾ മെസ്സേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ യൂട്യൂബിൽ പണ്ട് ചെയ്തിട്ടുള്ള ഡബ് സ്മാഷ് അങ്ങനെ ചെറിയ സ്മോൾ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും ഇന്നത്തെ വീഡിയോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എന്താ അനുസരിച്ച് തോന്നണേ? എനിക്ക് സത്യമായിട്ട് അത് ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് വീഡിയോ, അപ്പൊ വെളിയിലാ സമയത്ത് എന്തൊക്കെയാ ചെയ്തു പോയി, ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഇതാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഒരു പണ്ടത്തെ ഇങ്ങനെ റീൽസ് അങ്ങനത്തെ. പക്ഷെ ഒരുപാട് ഇങ്ങനെ ബെറ്റർ ആയി. അതായത് എന്താ പറയാ, ഇപ്പൊ നേരത്തെ ക്രിഞ്ചാണെന്ന് പറഞ്ഞെങ്കിലും അത് ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുള്ള വീഡിയോസും ക്വാളിറ്റി വൈസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ ഒന്നാമത് എഡിറ്റിങ്ങിന് ഞാൻ നേരത്തെ ഇതിനേക്കാളും കൂടുതൽ ഇപ്പൊ നന്നായിട്ട് അത്യാവശ്യം അല്ലാതെ എഡിറ്റ് ചെയ്യും. എല്ലാം ഇങ്ങനെ പഠിച്ചു വരികയാണ്. ഈ ക്യാമറയുടെ ആംഗിളും പരിപാടികളൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ തരാറുണ്ട്, ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ എടുത്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇത് ആരെ വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നേ? ശരിക്കും പറഞ്ഞ ക്യാമറ എഡിറ്റിങ്, കണ്ടന്റ്, അങ്ങനെ എല്ലാ സംഭവം എല്ലാം ഞാൻ തന്നെയാ. ആംഗിൾ വെക്കുന്നത് എനിക്ക് ആരും അങ്ങനെ പറഞ്ഞു തരാറില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവര് വെക്കുന്ന ആംഗിൾസ് കണ്ട് അങ്ങനെ പഠിച്ച് എന്റെ അടുത്ത് അങ്ങനെ ആംഗിളിന്റെ കാര്യം ആരും പറയാൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചാൽ നല്ലതായിരിക്കും, ഇവിടെ വെച്ച ആംഗിൾ അല്ല വെട്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോഴേക്കും അല്ലെങ്കിൽ അമ്മുമ്മയും അൻസും ഒക്കെ ഉള്ളപ്പോഴേക്കും ആരാ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു? വീഡിയോസ് ഞാൻ ഇല്ലാത്ത ടൈമാണെങ്കിൽ ഞാൻ തന്നെ വീഡിയോസ് എടുക്കും. ഓൾറെഡി സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഫോക്കസ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരാൾ ബാക്കി വേണമല്ലോ. അപ്പൊ ഞാനുള്ള സമയത്ത് ഞാൻ ഫ്രെയിമിലുണ്ടെങ്കിൽ അമ്മ, പപ്പ, ചേച്ചി ആര് വേണം നോക്കും. ചേച്ചിയൊക്കെയാണ് K4 കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ എടുത്തത്. ചേച്ചിയാ ഡാൻസിന് മൂവ്മെന്റ് ഉള്ള വീഡിയോസ് ഒക്കെ മിക്കതും ചേച്ചി എടുത്തേക്കണം. അമ്മയെ എടുത്തിട്ടുണ്ട്, പപ്പായ എടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് ഇപ്പോഴും ഫലൂഡ മേടിച്ചു കൊടുക്കണോ? അതായത് അന്ന് KFC മേടിച്ചു കൊടുത്തായിരുന്നു. ശ്രീവലിക്ക് മറ്റേ പുഷ്പ 2ന്റെ സ്പൂഫ് ചെയ്തതിന് ചേച്ചിക്ക് മേടിച്ചു കൊടുത്തിട്ടാണ് വന്നത്. അങ്ങനെ വരുള്ളൂ. അവര് കണ്ടന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവള് കണ്ടന്റ് പറഞ്ഞില്ല, അവള് കൗണ്ടർ പറഞ്ഞു തരും. അവൾക്ക് നന്നായിട്ട് തോന്നണ കൗണ്ടറൊക്കെ പറഞ്ഞു തരും. കൗണ്ടർ ക്വീൻസ് ആണല്ലോ രണ്ടുപേരും. എല്ലാവരും അങ്ങനെ. അച്ഛനും അമ്മയും എന്തെങ്കിലും ഫിലിം റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരാണ്? പപ്പ അങ്ങനെയില്ല, ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ. മക്കള് ചെയ്യുന്നത് ഇഷ്ടമാണെന്നുള്ളത്. ഇപ്പൊ കുംഭാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമില് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? അതിനകത്ത് കുറെ പഠിക്കാൻ പറ്റിയോ? കുംഭാരീസ് ശരിക്കും പറഞ്ഞത് പണ്ട് ചെയ്ത് എനിക്ക് അതപ്പത്തെ ഓർമ്മയില്ല. കുഞ്ഞായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോ ഒക്കെ. എനിക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ആണല്ലി എന്ന് പറഞ്ഞ മിഥുൻ മാനുവൽ സാറിന്റെ ഒരു ഷോർട്ട് ഫിലിം വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർമലി ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും ഡയറക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളും അവരിങ്ങനെ നമ്മളെന്നാലും കേൾക്കുമല്ലോ. എന്തായാലും അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എടുക്ക്, അങ്ങനെ എടുക്ക്, എന്താ ഈ ഡയലോഗ് ഇങ്ങനെ ഇട്, ആ മോഡുലേഷൻ മാറ്റി, അങ്ങനെയൊക്കെ ഇങ്ങനെ ആംഗിൾ വൈസും അങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയുന്നത് കേട്ട് പിന്നെ ഞാനിങ്ങനെ മറ്റേ നമ്മുടെ മിനി നോക്കുമല്ലോ, ഔട്ട്പുട്ട് നോക്കുമല്ലോ. അപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് തോന്നണ ഐഡിയസ് ഒക്കെ ഇങ്ങനെ എടുക്കാറാണ് പതിവ്. എല്ലാവരും പഠിച്ചു വരും. എന്താ പറയാ, കുഞ്ഞിലേക്ക് അഭിനയിക്കാന്ന് പറയുമ്പോ എല്ലാരും കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കൂടെ കൊണ്ടുപോയിട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടാവുക. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും സ്റ്റാർസ് ഒക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? സ്റ്റാർസ് എനിക്ക് കുഞ്ഞിലെ ചെയ്തതായതുകൊണ്ട് അപ്പോഴത്തെ ഇല്ല. ആണല്ലി ഇല്ല, അങ്ങനെ കോണ്ടാക്ട് ഞങ്ങള് എന്താ വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പെർമനന്റ് ആയിട്ട് ആരും ഇല്ല. വല്ലപ്പോഴും ആരെങ്കിലും ഒക്കെ വിളിക്കുവാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ അങ്ങനെയൊക്കെ. ഇപ്പൊ ഒരു ഡയറക്ടർ ആണല്ലോ, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഒരു നടന്മാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ഫാൻ ബേസ് അങ്ങനെ നോക്കണ്ട, അല്ലാണ്ട് നല്ലതായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ പറയും? ശരിക്കും പറഞ്ഞ എനിക്ക് അന്നൊന്നും വിജയിനെയാണ് ഇഷ്ടം. വിജയ്, ദിലീപേട്ടൻ. പിന്നെ ഇപ്പൊ ഉള്ള നോക്കുവാണെങ്കിൽ ബേസിൽ ജോസഫ്. എനിക്ക് ഒരാളെ പറയാൻ പറ്റില്ല. ബേസിൽ ചേട്ടൻ, നസ്ലിൻ ചേട്ടൻ, പിന്നെ മാത്യു ചേട്ടൻ,
അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇഷ്ടം. ഇനി അവരുമായിട്ടൊക്കെ എന്തെങ്കിലും പടങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യും, സന്തോഷമായിരിക്കും. സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവരുമായിട്ട് ചെയ്യാനല്ല, അല്ലാണ്ടും ഇനി മുന്നോട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഫിലിമോ അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇപ്പോഴേ വെച്ചിട്ടുണ്ടോ? ഇപ്പോഴേ വെച്ചിട്ടില്ല, ചെയ്യണം. എന്താ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് വെക്കേഷൻ ഒക്കെ ആവുമല്ലേ, അപ്പൊ വെക്കേഷൻ കുറച്ചും കൂടെ ആലോചിച്ച് നല്ല നമ്മൾ ടൈം കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെക്കേഷൻ ടൈമിലാണെങ്കിൽ സ്കൂളിൽ പോകേണ്ട പഠിക്കേണ്ടതൊന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ആ ടൈമിൽ കുറച്ചും കൂടെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പുറകെ വരും. ഈ എക്സാമിന്റെ ഒക്കെ ഇടയ്ക്ക് ഈ കണ്ടന്റ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാം? അല്ല പ്ലാൻ ചെയ്തല്ലേ, വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടണമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ ഇടുക? ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് സമയം കിട്ടാറുണ്ടോ? രാവിലെ 8 മണിക്കാണ് ഞങ്ങള് നോർമലി ഇടാറ്. സ്കൂളിൽ പോണതിന് തൊട്ട് മുമ്പ് ഇടും. പിന്നെ അങ്ങനെ പിന്നെ എക്സാമിനർ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, യൂട്യൂബില് ക്ലാസ്, അതൊക്കെ കണ്ട് പിന്നെ ട്യൂഷനും ഉണ്ട്. അങ്ങനെ പഠിത്തത്തിന്റെ അങ്ങോട്ട് പ്രശ്നം വരാറില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് വെക്കാറുണ്ടല്ലേ? കറക്റ്റ് പക്കയില്ലെങ്കിൽ അത്യാവശ്യം പഠിക്കാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഇതാണ് ഇപ്പൊ. അടുത്ത വർഷം ഏതാന്നറിയില്ല. അടുത്ത വർഷം എന്താന്നറിയില്ല. ഇപ്പൊ വലിയ കുഴപ്പമില്ല. അല്ല, എല്ലാരും പറഞ്ഞു 9th ഭയങ്കര പാടായിരിക്കും, സിലബസ് ഒന്നും മാറാൻ പോണ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. ഇനി 10th അല്ലേ? 9th, ഞാൻ 8th. ശരി. ഇപ്പൊ ഇനി 9th. പിന്നെ 9th എന്താ പറയാ സ്റ്റഡീസ് ഒക്കെ കൂടുമ്പോഴേക്കും ഇനി ടൈം ഉണ്ടാവില്ലെന്നാണോ പറഞ്ഞത്? അയ്യോ, ഇതെന്തായാലും ഇത് വിട്ടിട്ട് കളി ഉണ്ടാവില്ല. ഞായറാഴ്ച ശനിയാഴ്ചയാണ് ഓൾറെഡി ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാറ്. അന്ന് പിന്നെ ഞായറാഴ്ച സൺഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളാണ് ചെയ്യാറ്. വീഡിയോ കണ്ടന്റ് ഒക്കെ തലേ ദിവസം രാത്രി തന്നെ സെറ്റാക്കി ഫോണിൽ തന്നെ അത് സ്ക്രിപ്റ്റ് ആക്കി എഴുതിയിട്ടേക്കാം. ഇനി വെക്കേഷൻ ടൈം ആകുമ്പോ ഇനി വീഡിയോസിന്റെ ചാകര ആയിരിക്കുമല്ലോ. പ്ലാൻ ചെയ്യാറുണ്ടോ? ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ഇനി കണ്ടന്റ് ഒക്കെ പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലൊക്കെ കിടക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എഴുതി വെക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിടും അല്ലേ? എന്തെങ്കിലും ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ ഓർമ്മ അന്ന വീഡിയോക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ പെട്ടെന്ന് ഓർമ്മ നിൽക്കാൻ എന്താ ചെയ്യാ? എഴുതിയിടുവെന്നെങ്കിൽ അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്തിടും. അതായിരിക്കും മെയിൻ ആയിട്ട് ഫോണിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു കണ്ടന്റിന്റെ ഒരു ആശയം ഒരു ഇത് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സാറിന്റെ അടുത്താണോ പറയാ? അല്ല, ആദ്യം അമ്മയോട് പറഞ്ഞു നോക്കും. എന്നിട്ട് അമ്മ കുഴപ്പമില്ല നീ സാറിനോട് പറയാൻ പറയും. അപ്പൊ സാറിനോട് പറയും. ഇത് ശരിക്കും പറഞ്ഞ ഒരു കണ്ടന്റ് കിട്ടിയിട്ട് ഞാൻ അത് കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കും, അതിൽ കുറച്ചുകൂടെ കയറ്റാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റുന്ന കയറ്റും. എന്നിട്ട് സാറിന് കൊടുക്കും, സാറിന് കുറച്ച് പറയും, അപ്പൊ ഞാൻ വീണ്ടും കയറ്റും. അങ്ങനെ ഇപ്പൊ മില്യൺസ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി വിഷമാവില്ല? അല്ലെങ്കിൽ ഭയങ്കര റീച്ച് ഒക്കെ വന്നില്ലെങ്കിൽ എന്തായിരിക്കും അമ്മ ഇതിന് റീച്ച് കിട്ടിയില്ല അങ്ങനെയൊക്കെ പറയാറില്ലേ? എല്ലാവരും ഇപ്പൊ യൂട്യൂബില് ഫേസ്ബുക്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇപ്പൊ കേറുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റയില് കുറച്ച് ഡൗൺ ആയി. ഞങ്ങള് ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ വ്ലോഗിങ് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് ഇപ്പൊ എല്ലാരും ഫേമസ് ആണല്ലോ, അവിടെയുള്ള പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ ഫേമസ് ആണ്. അപ്പൊ അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വ്ലോഗിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാൻ? വ്ലോഗിങ് ഇങ്ങനത്തെ അല്ല, എന്തെങ്കിലും വലിയ വലിയ പ്രോഗ്രാംസ് അവിടുന്നെങ്കിലും ഇങ്ങനെ വരുവാണെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ പറയുന്ന കേട്ടോ. എല്ലാരും തീരുമാനിച്ചിട്ടൊന്നുമില്ല അങ്ങനെ. വ്ളോഗിങ് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ ഇഷ്ടമുണ്ട്. അത് വലിയ 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 പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോ ചെയ്യാം, അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ വ്ളോഗിങ്. കണ്ടിന്യൂസ് വേണ്ട, കണ്ടിന്യൂസ് എനിക്ക് ഇഷ്ടമല്ല. ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ടല്ലോ, ചേച്ചിക്ക് ഒരു ഫലൂട ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് വാ നമുക്ക് വ്ളോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞു നോക്കാൻ പാടില്ല? ചിലപ്പോ വന്നാലോ? ഇപ്പൊ വരും. അതിലും വലിയ എന്തെങ്കിലും ഒക്കെ കൊടുക്കേണ്ട വരും, വന്നാലേ വരുള്ളൂ. ചേട്ടന് എന്താ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ? ചേട്ടന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണോ? അതോ? ചേട്ടൻ സിനിമയില് ഒന്നിച്ചല്ല അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ചേട്ടൻ പഠിത്തം ഉണ്ട്, പിന്നെ ജോലിയാ. അപ്പു ചേട്ടായി വിജി. നിങ്ങൾ അഭിനയിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാറുണ്ട്, ഇത് ഇച്ചിരി ഓവറാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട്? പറയാറുണ്ട്. കുറച്ചും കൂടെ ഇതാക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ആരാ സജഷൻസ് ഒക്കെ പറയാ, അമ്മയാണോ അച്ഛനാണോ? വീട്ടിലാണോ? ശരിക്കും പറഞ്ഞാൽ ശരിക്കും കൂടുതൽ സജഷൻസ് പറയുന്നത് ജയകൃഷ്ണൻ സാർ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ പറയും, പപ്പ പറയും, എല്ലാരും പറയും. അമ്മയായിരിക്കും അത് കഴിഞ്ഞിട്ട്. ഇപ്പൊ ഡയറക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ സ്കൂളിൽ എന്തായിരുന്നു ഒരു പ്രതികരണം കാര്യങ്ങളും? അവിടെ HM അല്ലെങ്കിൽ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എന്താ പറഞ്ഞിരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് സ്കൂളിൽ കാണിച്ചായിരുന്നു, ആ ഷോർട്ട് ഫിലിം കാണിച്ചായിരുന്നു. അപ്പൊ ഞാൻ അന്ന് വന്നില്ല, ഞാൻ തിരുവനന്തപുരത്ത് വേറൊരു സിനിമയുടെ വർക്കിലായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം തിരക്കാണ്. അപ്പൊ സിനിമ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ
സ്കൂളിൽ വന്നപ്പോഴത്തേക്കും ടീച്ചർമാരൊക്കെ ഓടി വന്നിട്ട് ഞങ്ങളെ കണ്ടായിരുന്നു, ഞങ്ങൾ കരഞ്ഞു പോയി, അങ്ങനെ കുറെ പറഞ്ഞു. HM ഒക്കെ അടിപൊളിയാന്ന് പറഞ്ഞു, പിന്നെ ഫ്രണ്ട്സും അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് എന്തെങ്കിലും സ്വീകരണം, ആദരവ് അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂള് ഈ വർഷം വന്നതാ. അപ്പൊ പണ്ട് ഞാൻ ഇവിടുത്തെ തന്നെ ആനുവൽ ഡേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദരവ് ട്രോഫിയൊക്കെ കിട്ടും, കലോത്സവത്തിന്റെ കിട്ടും. അല്ലാതെ ഓൾറെഡി എല്ലാവരും സപ്പോർട്ടും ഉണ്ട്. കലോത്സവത്തിനൊക്കെ ഏതൊക്കെ ഐറ്റംസിനാണ് പങ്കെടുക്കാറ്? കഥാപ്രസംഗം, മോണാക്ട്, നാടോടി നൃത്തം. ഇതിനും മുമ്പ് ഇപ്പൊ കുമ്പാരീസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചധികം പടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ജാനേമൻ, ലവ് ആക്ഷൻ ഡ്രാമ, പിന്നെ ഏതൊക്കെയാണ്? കേശുവിന്റെ നാഥൻ, കള്ളനോട്ടം, നാഷണൽ അവാർഡ് കിട്ടിയ. അതിനകത്താണ് നാഷണൽ അവാർഡ് കിട്ടിയതല്ലേ? അതൊക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളത് മാത്രമല്ല ആദ്യം വിചാരിക്കുന്നുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവമൊക്കെ? കള്ളനോട്ടത്തിലാണെങ്കിൽ അത് സിനിമയ്ക്കാണ് അവാർഡ് കിട്ടിയത്. പിന്നെ കിച്ചു ചേട്ടന് കിട്ടിയായിരുന്നു. അത് ആ ടൈം ചെയ്തപ്പോ ഇത്ര ഇതാവുമെന്ന് വിചാരിച്ചില്ല. നാഷണൽ അവാർഡ് അവിടെയൊക്കെ എത്തുമെന്ന് പോലും വിചാരിച്ചില്ല. അത്ര നേരിട്ട് ഭയങ്കര ഭാഗ്യം, സന്തോഷം. ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ ഉണ്ടായിരുന്നു, കേശു വീടിന്റെ നാഥൻ ഉണ്ടായിരുന്നു, ജാനേമൻ ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ എല്ലാം നല്ല നല്ല സ്റ്റാർസ് ആണ് ഇതിനകത്ത് വന്നത്. കേശു വീടിന്റെ നാഥനില് ദിലീപേട്ടനായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആളുടെ കൂടെയുള്ള ഒരു അനുഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? അവരോട് ശരിക്കും പറഞ്ഞാൽ അവർ നല്ല കമ്പനി, നല്ലോണം ചളിയൊക്കെ പറഞ്ഞ് കുറച്ച് വൈബടിച്ച് അങ്ങനെ പോണ ആ ടൈമിലൊക്കെ എനിക്ക് ഓർമ്മയുള്ള ഇതനുസരിച്ച് പറഞ്ഞേ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല രസം, ഫോട്ടോ ഒക്കെ എടുക്കാം, എന്താണ് ചെയ്യാം. എന്തെങ്കിലും ഈ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവല്ലോ? ഉർവശി ചേച്ചിയൊക്കെ ഉള്ള ഒരു അഭിനയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്? അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്ന കണ്ടിട്ട് വണ്ടർ അടിച്ച് നിന്ന് പോയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? അങ്ങനെ വെച്ചാൽ ഉർവശി ചേച്ചി, ദിൽബേട്ടന്റെ ഒക്കെ അഭിനയം നമ്മൾ ഓൾറെഡി സ്ക്രീനിലല്ലേ കാണാറുള്ളൂ. എന്നിട്ട് അത് ഫസ്റ്റ് ആയിട്ടാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോ ഇവരിങ്ങനെയൊക്കെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെ കൊള്ളാലോ, അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അണലി എന്ന് പറഞ്ഞില്ലേ, മിഥുൻ മനോജ് സാറിന്റെ അണലി എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ ഒരു ഫിലിം ചെയ്തില്ല, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏപ്രിൽ എന്തോ ഷൂട്ട് തുടങ്ങും തോന്നുന്നു. അത് ഇതിനകത്ത് ഒരു സീരിയലായിരുന്നു സംഭവം. അത് മറ്റേ കുത്തുവിളക്ക് എന്ന് പറഞ്ഞ ഒരു സീരിയലിന്റെ സംഭവമായിട്ടാണ് ചെയ്തത്. അത് അവര് TV കാണുന്നതായിട്ടാണ് ചെയ്തത്. നല്ല രസമായിരുന്നു. അവിടെ ബേസിൽ ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടുത്തെ അനിരുദ്ധ് എന്തോ അങ്ങനെ അവിടെ കൂടുതൽ ആക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, രണ്ടുപേരല്ല, വേറെ അമ്മയായിട്ട് വേറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയാ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇനി എന്താ പറയാ, പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് പോവാണോ? അത് എന്തെങ്കിലും പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ഇതിന്റെ പേരിൽ മാറ്റി വെക്കത്തൊന്നുമില്ലല്ലോ? പഠിത്തമുണ്ട് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കത്തൊന്നുമില്ലല്ലോ? നല്ല പടം വന്ന എന്തായാലും. അപ്പൊ താങ്ക് യു സോ മച്ച് അൻസു. ഇനി ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യട്ടെ, ഇനി ഡയറക്റ്റ് ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഇട്ടട്ടെ, അമ്മൂമ്മമാരെ ഇനിയും കൊണ്ടുവരാം. താങ്ക് യു സോ മച്ച്.